അനന്തു ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. പലയിടത്തും ഇൻ്റർവ്യൂവിന് പോയെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുന്നതിനാൽ ഒന്നും ശരിയാകുന്നുമില്ല. അനന്തു കാണാൻ വെളുത്ത് സുന്ദരനാണ്, പക്ഷേ അവന് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ വിശ്വാസമില്ല അവന്. എപ്പോഴും കുടുംബക്കാര്യത്തിൽ മാത്രമാണ് ചിന്ത. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. പിന്നെ അച്ഛനായിട്ടുണ്ടാക്കി വെച്ച കടങ്ങളും അനിയത്തിയുടെ കല്യാണവുമെല്ലാം അവൻ്റെ തലയിലായി. അവൻ നാട്ടിൽ ഓരോ ചെറിയ ജോലികളൊക്കെ ചെയ്തു പോകുന്നു. ഇനി അത് ശരിയാവില്ല. ടൗണിൽ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ജോലിയുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് അവന് തോന്നി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അനന്തു ചായക്കടയിലിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ രാജീവ് അങ്ങോട്ടേക്ക് വന്നത്. രാജീവിന് ടൗണിൽ ഒരു കോഫി ഷോപ്പിലാണ് ജോലി. എടാ അനന്തു, നീ ഇവിടെ ഉണ്ടോ? എത്ര നാളായടാ കണ്ടിട്ട്. ഇപ്പോൾ രാത്രിയൊന്നും നിന്നെ നമ്മുടെ ക്ലബിലോട്ടൊന്നും കാണാറില്ലല്ലോ. ആ എടാ, ഞാനൊരു ജോലി അന്വേഷിച്ച് നടക്കുവാടാ. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ലോഡ് എടുക്കുക. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും. അതുകൊണ്ടാടാ വരാത്തെ, അനന്തു നിരാശയോടെ പറഞ്ഞു. എടാ, ഒരു വേക്കൻസി ഉണ്ടെടാ. എൻ്റെ കോഫി ഷോപ്പിനടുത്തുള്ള ഒരു കമ്പനിയിലാണ്. അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, രാജീവ് പറഞ്ഞു. ആണോ? എടാ, അവിടെ എക്സ്പീരിയൻസ് ചോദിക്കില്ലേ? ഇല്ലടാ, പുതിയ ആൾക്കാരെയും എടുക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാവരും ഞങ്ങളുടെ കോഫി ഷോപ്പിലോട്ട് വരാറുണ്ട്. അതിൽ എനിക്ക് പരിചയമുള്ള ഒരാളാ പറഞ്ഞേ. ആണോ? എങ്കിൽ ഒന്ന് പോയി നോക്കാം. നീ ആ കമ്പനിയുടെ നമ്പർ ഇങ്ങ് തന്നേ. അങ്ങനെ രാജീവ് നമ്പർ കൊടുത്തു. അവനോട് താങ്ക്സും പറഞ്ഞ് അനന്ത് വീട്ടിലേക്ക് പോയി. പിന്നെ ആ കമ്പനിയിൽ വിളിച്ച് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് ചോദിച്ചേക്കാവുന്ന പലതും അവൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പിറ്റേന്ന് തന്നെ അവൻ ഇൻ്റർവ്യൂവിന് പോയി. മുൻപ് 1-2 തവണ ആ സ്ഥാപനം അവൻ കണ്ടതാണെങ്കിലും ഇത്രയും വലിയ സെറ്റപ്പാണെന്ന് അവന് അന്നാണ് മനസ്സിലായത്. അവൻ അകത്തേക്ക് കയറി റിസപ്ഷനിസ്റ്റിനെ നോക്കി. കാണാൻ വെളുത്ത് മെലിഞ്ഞ ഒരു സുന്ദരി. മേക്കപ്പ് വാരി പൂശിയിട്ടുണ്ട്. ഇനി ഹിന്ദിക്കാരി വല്ലതും ആയിരിക്കുമോ? തനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെങ്കിലും സംസാരത്തിൽ വളരെ ശോകമാണ്. പിന്നെ ഹിന്ദി ആണെങ്കിൽ ഒട്ടും അറിയില്ല താനും. എന്തായാലും വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് ചിന്തിച്ച് അവൻ അങ്ങോട്ട് ചെന്ന് മലയാളത്തിൽ തന്നെ ചോദിച്ചു. ഹോ ഭാഗ്യം, ആ പെണ്ണ് മലയാളി തന്നെയായിരുന്നു. അവൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ വാങ്ങി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ നീളത്തിലുള്ള സോഫയും കസേരകളുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഫുൾ AC ആണെങ്കിലും അനന്തു ചെറുതായി വിയർക്കുന്നുണ്ടായിരുന്നു. സോഫയിൽ ഇരിക്കാൻ ഇടമൊന്നുമില്ല. അവിടെ സുന്ദരിമാരായ തരുണീമണികൾ ഇടം പിടിച്ചിരിക്കുവാണ്. അതുകൊണ്ട് അവൻ അവർക്ക് അഭിമുഖമായിട്ട് ഇട്ടിരിക്കുന്ന കസേരയിലിരുന്നു. അവൻ ദീർഘശ്വാസം എടുത്ത് വിട്ടു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, അവിടെ ഇൻ്റർവ്യൂവിന് വന്നവരിൽ ഭൂരിഭാഗവും പെൺപിള്ളേരാണ്. ആ പെൺപിള്ളേരിൽ പലരും തന്നെയാണ് നോക്കുന്നതെന്ന് അവന് തോന്നി. അവൻ അവൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും വെറുതെ ഒന്ന് നോക്കി. ഇല്ല, അവിടെയൊന്നും തൽക്കാലം ആരുമില്ല. അപ്പോൾ ഇവളുമാരൊക്കെ നോക്കുന്നത് തന്നെയാണെന്ന് അവന് മനസ്സിലായി. ആദ്യം അവരുടെ നോട്ടം കണ്ട് അവന് ഒന്നും തോന്നിയതല്ലെങ്കിലും പിന്നെ അവന് വല്ലാതാവാൻ തുടങ്ങി. ഒരു അസ്വസ്ഥത പോലെ തോന്നി അവന്. എന്തിനാണാവോ ഇവളുമാർ തന്നെ ഇങ്ങനെ നോക്കുന്നത്? താൻ അത്രയ്ക്ക് സൗന്ദര്യമുണ്ടോ? ഹോ, ഇവളുമാരൊക്കെ ഒന്ന് വിരൽ ഞൊടിച്ചാൽ പോലും സിനിമാ നടന്മാരുടെ കൂട്ടുള്ള പലരും ഓടിക്കിതച്ച് വരുമല്ലോ. എന്നിട്ടാണോ തന്നെ ഇങ്ങനെ വായി നോക്കുന്നേ? ഷേ, മോശം. അവൻ പിറുപിറുത്തു. പെട്ടെന്ന് ഒരു മണി മുഴങ്ങി. ഇതെന്താണാവോ ഇത്? അവൻ മുകളിലേക്ക് നോക്കി. ബോസ് വന്നു, ഇൻ്റർവ്യൂ സ്റ്റാർട്ടായി എന്നതിൻ്റെ സൂചനയാണ് ആ മണിമുഴക്കമെന്ന് പിന്നീട് അവന് മനസ്സിലായി. ഒരു ചേച്ചി വന്ന് പേപ്പറിൽ നോക്കി ഓരോരുത്തരുടെ പേര് വിളിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ സ്റ്റാർട്ടായെങ്കിലും അവളുമാരുടെ വായ്നോട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അത് കണ്ട് അവന് പുച്ഛം തോന്നി. ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ലടി. എനിക്കൊരാളെയും വിശ്വാസമില്ല, പ്രേമത്തിലും വിശ്വാസമില്ല. എങ്ങനെയെങ്കിലും ഒരു ജോലി നേടി അച്ഛൻ സമ്മാനമായി തലയിലിട്ട് തന്ന കുറേ കടം അത് വീട്ടണം. അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് വിടണം. പിന്നെ അമ്മയുടെ ഗുളികയും മരുന്നുകളും മുടക്കമില്ലാതെ വാങ്ങണം. ഇതൊക്കെ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. കേട്ടോടി, അവൻ പല്ലിറുമിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അതിലുപരി അവന് അവളുമാരോട് പുച്ഛം തോന്നി. ഇവളുമാരൊക്കെ ഈ ജോലി കിട്ടിയിട്ട് എന്തുണ്ടാക്കാനാ? എത്ര നല്ല ജോലി കിട്ടിയാലും ഇതിലും വലിയ ജോലിയും പണവും ഉള്ളവരെയല്ലേ ഇവളുമാർ കല്യാണം കഴിക്കൂ. അപ്പോൾ പിന്നെ ഇവളുമാർ നേടുന്ന ജോലി കിട്ടാതെ അലയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തൂടെ? ഇതൊക്കെ ചിന്തിച്ചാണ് അവൻ്റെ പുച്ഛം. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓരോരുത്തരായി പോകുന്നത് കണ്ടപ്പോൾ അവന് കുറച്ച് ആശ്വാസം തോന്നി. ഹോ ഭാഗ്യം,
വായി നോക്കികൾ കുറഞ്ഞു വരുന്നുണ്ടല്ലോ, അവൻ ചിന്തിച്ചു. പിന്നീട് അവൻ്റെ ഊഴമാവാറായി എന്ന് തോന്നിയപ്പോൾ അവന് ടെൻഷനാവാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ്റെ ഹാർട്ട് വേഗത്തിലിടിച്ചു. മുൻപ് കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും ഈ ജോലി കിട്ടിയേ പറ്റൂ എന്നൊരു നിർബന്ധം അവൻ്റെ മനസ്സ് തന്നെ അവനെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നി അവന്. അങ്ങനെ അവൻ അകത്ത് കയറിയതും ബോസിനെ കണ്ട് ഞെട്ടി വാ പൊളിച്ച് നിന്ന് പോയി. അവൻ ഒരു നിമിഷം അങ്ങനെ തന്നെ സ്തബ്ധനായി നോക്കി നിന്ന് പോയത് കണ്ട് ബോസും അവനെ ആകാംക്ഷയോടെ നോക്കി. ഒരു സുന്ദരിയായ ചേച്ചിയായിരുന്നു ബോസ്. കാണാൻ വെളുത്ത് തൊടുത്ത് ഇച്ചിരി തടിയൊക്കെയുള്ള ഒരു കിടിലൻ സുന്ദരി. മുഖത്ത് ആവശ്യത്തിനുള്ള മേക്കപ്പും ഇട്ടിട്ടുണ്ട്. അധരങ്ങളിൽ തേച്ച ചുവന്ന ചായമാണ് അതിൽ ഹൈലൈറ്റായി കാണുന്നത്. അവൻ ചിന്തിച്ചു, ഈ ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതെ, കണ്ടിട്ടുണ്ട്. അവൻ്റെ ഓർമ്മകൾ കുറച്ചു മുൻപുള്ള കാലങ്ങളിലേക്ക് സഞ്ചരിച്ചു. അല്ല, കണ്ടത് നേരിട്ടല്ല, താൻ മൊബൈലിൽ ഒരു വീഡിയോയിലാണ് കണ്ടത്. അതെ, വീഡിയോ തന്നെ, കൂട്ടുകാരൻ്റെ മൊബൈലിൽ. പക്ഷേ അത് ഈ ചേച്ചിയായിരുന്നില്ല. ഈ ചേച്ചിയെപ്പോലെ തന്നെയുള്ള ഒരു നടിയായിരുന്നു അത്. ഈ ചേച്ചിക്ക് അവരുടെ അതേ മുഖച്ഛായ തന്നെയാണ്, അവൻ ചിന്തിച്ചു. എടോ, താൻ എന്ത് ചിന്തിച്ച് നിൽക്കുവാടോ, കയറി വാടോ, ഇരിക്കടോ. പെട്ടെന്ന് ബോസിൻ്റെ ഒച്ച കേട്ടാണ് അവന് ബോധം വന്നത്. സോറി മാഡം. അവൻ അതും പറഞ്ഞ് അവിടെ ഇരുന്നു. അവൻ അവരെ തന്നെ നോക്കി. ഇറുക്കമുള്ള പാൻറ്റും ടീഷർട്ടും ഒരു നേവി ബ്ലൂ കോട്ടുമാണ് വേഷം. അവർ എന്തോ ബുക്കിൽ കുറിച്ച് വെച്ചതിന് ശേഷം അവനെ നോക്കി. ഇൻട്രൊഡക്ഷൻ. അത് കേട്ടതും അവൻ തലേന്ന് പഠിച്ചു വെച്ചത് ഓർത്തെടുത്ത് പറഞ്ഞു. എങ്കിലും ടെൻഷൻ കാരണം, അതിലുപരി മുൻപിലിരിക്കുന്ന മേഡത്തിൻ്റെ സൗന്ദര്യം കാരണം അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അത് കണ്ട് മേഡം ഒന്ന് ചിരിച്ചു. അവൻ തപ്പിത്തടഞ്ഞ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മേഡം എഴുന്നേറ്റു. പിന്നെ കോട്ടയച്ച് ചെയറിലേക്കിട്ടതും അത് കറങ്ങി നിന്നു. ഹോ ദൈവമേ, എന്തൊരു ലുക്കാണ് ഈ ചേച്ചിക്ക്, അല്ല മേഡത്തിന്, അവൻ മനസ്സിൽ പറഞ്ഞു. മേഡം ക്യാബിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്ന് അവനോട് ചോദിച്ചു, ഈ കമ്പനിയിൽ നിനക്ക് ജോലി തന്നാൽ നീ ചെയ്യുമോ? ചെയ്യും മാഡം. എന്ത് ചെയ്യുമെന്ന്? ജോലി. പക്ഷേ ഇവിടുത്തെ ജോലി മാത്രം ചെയ്താൽ പോരാ, ചിലപ്പോൾ അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കും. മാഡം അവൻ്റെ തൊട്ടടുത്ത് നിന്ന് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അനന്തു ആകെ വിയർക്കാൻ തുടങ്ങി. മാഡം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അവൻ ചെയ്യാമെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ വെറുതെ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു ഉറപ്പൊക്കെ വേണം. പിന്നെ ഇതൊന്നും പുറത്താരും അറിയാനും പാടില്ല. മാഡം കുനിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ ചെവിയിൽ അങ്ങനെ പറഞ്ഞ് നിവർന്നു നിന്നു. പെട്ടെന്ന് മാഡം അനന്തുവിൻ്റെ തലയിൽ ഒരു കൈകൊണ്ട് ചെറുതായി മസാജ് ചെയ്തിട്ട് പറഞ്ഞു, ഒരാഴ്ച ട്രെയിനിങ് ഉണ്ടാവും. അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ നിനക്ക് സ്പെഷ്യൽ പരിഗണന കിട്ടും. ഫ്രീ ഫുഡ്, ഫ്രീ റൂം, പിന്നെ ജോലിയും അട്രാക്റ്റീവ് സാലറിയും. പിന്നെ ജോലി സ്ഥലം ഇവിടെ ആയിരിക്കില്ല, ഹൈദരാബാദ് ആയിരിക്കും. ഹൈദരാബാദ് എന്ന് കേട്ടപ്പോൾ അവൻ ഒന്ന് ചിന്തിച്ചു. ഏതായാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കുറേ കാലമായി തനിക്കുള്ള ആഗ്രഹമാണ്. വീട്ടിൽ അമ്മയെയും അനിയത്തെയും മാമൻ നോക്കിക്കോളും, അവൻ മനസ്സിൽ പ്ലാനിട്ടു. പെട്ടെന്ന് മേഡം അവനെ നോക്കി മനോഹരമായി ചിരിച്ച് കുനിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തിനോട് ചേർന്ന് കൊണ്ട് പറഞ്ഞു, നിന്നെ എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. കുറേ ചോക്ലേറ്റ് പയ്യന്മാർ വന്ന് പോയിട്ടുണ്ടെങ്കിലും നീ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. എൻ്റെ സങ്കല്പത്തിലെ അതേ രൂപം, അതേ സൗന്ദര്യം. അതും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് ചെയറിൽ പോയിരുന്നു. ഹോ ദൈവമേ, ഈ മാഡം ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ ഓഫീസ് വർക്ക് തന്നെയല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും വർക്കുണ്ടോ? മാഡത്തിനോട് ചോദിച്ചാലോ? മാഡം ഇവിടെ ഓഫീസ് വർക്ക് തന്നെയല്ലേ, അവൻ വിക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ അനന്തൂട്ട, ഓഫീസ് വർക്കുമുണ്ട് അല്ലാതെയുമുണ്ട്. എന്തായാലും നീ അത് എൻജോയ് ചെയ്യും. ഡോണ്ട് വറി മൈ ബോയ്. അപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് സ്വാഗതം. മറ്റന്നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. അതും പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡിനായി മാഡം കൈനീട്ടി. ഒരു ജോലിക്ക് വേണ്ടി കുറേ അലഞ്ഞതല്ലേ, ഇപ്പോൾ ഒന്ന് കിട്ടിയിരിക്കുന്നു. വെറുതെ ടെൻഷൻ അടിച്ച് ഇത് ഒഴിവാക്കണ്ട, വരുന്നിടത്ത് വെച്ച് നോക്കാം. അവൻ അതും ചിന്തിച്ച് ചെറു പുഞ്ചിരിയോടെ മാഡത്തിന് ഷെയ്ക്ക് ഹാൻഡ് നൽകി. അപ്പോൾ മാഡം ഒരു വല്ലാത്ത ചിരി ചിരിച്ചു.